ഹലോ ഫ്രണ്ട്സ്, RJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് കൊണ്ടൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ്. ഇത് 3 പ്രാവശ്യം നല്ലതുവണ്ണം കഴുകി 1 മണിക്കൂർ കുതിരാൻ വെക്കണം. അതിനുശേഷം നമുക്കൊരു കുക്കറിലേക്ക് കുതിർത്ത് വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കാം. നല്ലോണം പിഴിഞ്ഞെടുക്കണേ. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനുള്ള ചേരുവകൾ കാണാം. ഒരു കൈപ്പിടി ബീൻസ്, ഒരു കൈപ്പിടി ക്യാരറ്റ്, ഒരു ചെറിയ സവാള, ഒരു കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് വേപ്പില. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കൊരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർക്കാം. പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചക്കറി ഒന്ന് ചെറുതായിട്ട് വേവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വേവിച്ച് വെച്ച നുറുക്ക് ഗോതമ്പ് ചേർക്കാം. നുറുക്ക് ഗോതമ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നുറുക്ക് ഗോതമ്പ് നമ്മൾ വേവിച്ചിരിക്കുന്നത് കൊണ്ട് അധികം വേവിക്കണ്ട. ഇനി ഇതിലേക്കൊരു കൈപ്പിടി തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നുറുക്ക് ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഈ സമയത്തൊന്ന് ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക്